നമസ്കാരം. അമേരിക്ക ലോകത്ത് പല രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ട്രേഡ് വാർ വളരെ ശക്തമായി വരുന്നൊരു സാഹചര്യം ലോകത്തെ ആകെ ഭയപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായിട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാനഡ, മെക്സിക്കോ, ചൈന തുടങ്ങിയ രാജ്യങ്ങളും അതുപോലെ യൂറോപ്യൻ യൂണിയനുമായിട്ടാണ് വലിയ തോതിലുള്ള ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് ട്രംപ് നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ മറ്റ് രാജ്യങ്ങളെല്ലാം ഈ രീതിയോട് ട്രംപിൻ്റെ ഈ നടപടികളോട് പ്രതികരിച്ചിരിക്കുന്നതും ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ ചൈന ഒരു വിദേശകാര്യ വകുപ്പിൻ്റെ ഒരു പത്രക്കുറിപ്പ് അവർ എക്സ് വഴി പുറത്തുവിട്ടൊരു കുറിപ്പിൽ പറയുന്നത് വ്യാപാര യുദ്ധമാകട്ടെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള യുദ്ധമാകട്ടെ ഏതറ്റം വരെ പോകുന്നതിനും ചൈന തയ്യാറാണ്. ചൈനയോട് ബുള്ളിയിങ് വേണ്ട, ചൈനയെ ഭീഷണിപ്പെടുത്തണ്ട, ഏത് രീതിയിലുള്ള ഏറ്റുമുട്ടലിലും ചൈന തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചൈന നിൽക്കുന്നത്. അപ്പോൾ ചൈന അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ തീരുവ ഉയർത്തുന്ന നിലയിലേക്കും കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതുപോലെ ആ രീതിയിൽ തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ നീങ്ങുന്നത്. മെക്സിക്കോ വലിയ ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് പോയിട്ടില്ലെങ്കിലും കീഴടങ്ങുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകുന്നില്ല. ഒപ്പം വളരെ ശക്തമായി തന്നെ കാനഡ അമേരിക്കയുടെ നീക്കത്തെ പ്രതിരോധിക്കുകയാണ്. പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി ശക്തമായിട്ടുള്ള ട്രംപ് വിമർശകനുമാണ്. അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം പോയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ നേതാക്കന്മാരെ കാണുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് മറ്റ് രാജ്യങ്ങൾ ട്രംപ് നടത്തിയ ആ ഒരു ഭീഷണി അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒരു കണ്ണുരുട്ടലൊന്നും കണ്ടിട്ട് പേടിച്ചൊന്നും പോകുന്നില്ല. അവർ ഏറ്റുമുട്ടലെങ്കിൽ ഏറ്റുമുട്ടൽ, വ്യാപാര യുദ്ധമെങ്കിൽ വ്യാപാര യുദ്ധം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇന്ത്യ എന്താണ് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കുക. ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ വരും, തീരുവകൾ ഉയർത്തും, അല്ലെങ്കിൽ ഇന്ത്യയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ശരാശരി തീരുവ കുറഞ്ഞ തോതിലാണ്. അതേസമയത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വളരെ കുറഞ്ഞ തീരുവ ചുമത്തുന്നു. തിരിച്ച് ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വളരെ ഉയർന്ന തീരുവ ചുമത്തുന്നു എന്നുള്ള വിമർശനം ട്രംപിന് കഴിഞ്ഞ ഭരണകാലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് കുറയ്ക്കണം, ഇന്ത്യ കുറച്ചേ മതിയാകൂ എന്നുള്ളൊരു നിലപാടിലേക്ക് ട്രംപ് ഇത്തവണ വളരെ ശക്തമായി പോയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ പറയുന്നത് എന്താണ്? ഞങ്ങൾ കുറയ്ക്കില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, ആ രീതിയിലേക്ക് പോകില്ല എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ നിലപാട് വാഷിങ്ടണിൽ നിന്ന് ട്രംപ് വ്യക്തമാക്കുകയാണ്. ട്രംപ് പറയുന്നു ഇന്ത്യ തീർച്ചയായിട്ടും തീരുവകൾ കുറയ്ക്കും, ഒരു സംശയമില്ല, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെത്തുമ്പോൾ അതിന് തീരുവ കുറയ്ക്കും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ ഭരണ നേതൃത്വത്തോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ആ രീതിയിലേക്ക് ഒരു ചർച്ചയിലേക്കൊന്നും പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വീണ്ടും ശക്തമായി രണ്ടാമതും ശക്തമായിട്ട് ട്രംപ് പറയുകയാണ് ഇന്ത്യ തീരുവ കുറയ്ക്കുക തന്നെ ചെയ്യും എന്നാണ്. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ തീരുവ കുറയ്ക്കുകയോ ഇന്ത്യയുടെ വിദേശ വ്യാപാര രംഗത്തെ നിലപാടുകൾ എന്തായിരിക്കും എന്നൊക്കെ എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റിന് പറയാൻ കഴിയുക? അതൊരു വലിയ അതിശയം തന്നെയാണ്. മറ്റ് രാജ്യങ്ങൾ ശക്തമായി പ്രതിരോധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ അങ്ങനെ ശക്തമായിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല എന്ന് അഴകുഴമ്പൻ രീതിയിൽ പറയുമ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ് ഇന്ത്യ തീരുവ കുറയ്ക്കും, അതിലൊരു സംശയവും വേണ്ട, ഇന്ത്യ തീരുവ കുറച്ചിരിക്കും, ഇല്ലെങ്കിൽ ഇന്ത്യ വിവരം അറിയും എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. ഈ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപ് ചുമതലയേറ്റതിന് ശേഷം ആദ്യം കണ്ട ഒരു നേതാവ് എന്ന് പറയുന്നത് മോദിയാണ്. അപ്പോൾ മോദി അവിടെ ചെന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തോ എന്താണോ നമുക്കറിയില്ല. എന്തായാലും ആളുകളെ ചങ്ങലക്കിട്ടി തിരിച്ചയക്കുന്ന കാര്യം പോലും ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കാൻ തയ്യാറായില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിനുശേഷം ഇന്ത്യയുടെ കോമേഴ്സ് മിനിസ്റ്റർ, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിലെ ചർച്ചകൾക്ക് പോയിട്ടുണ്ടായി. അദ്ദേഹം അമേരിക്കയിൽ പോയിട്ട് US കോമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കും അതുപോലെ തന്നെ US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ജാമിസൺ ഗ്രീനും ഒക്കെ ആയിട്ട് ചർച്ച നടത്തിയുണ്ടായി. ആ ചർച്ചയിൽ കാര്യമായിട്ടുള്ള ഫലങ്ങളൊന്നും ഉണ്ടായില്ല. സത്യത്തിൽ പറയുകയാണെങ്കിൽ, നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതുകൊണ്ട് പട്ടിച്ചന്തയ്ക്ക് പോയ രീതിയിലാണ് പീയൂഷ് ഗോയൽ തിരിച്ചു വന്നിരിക്കുന്നത്. ഏതായാലും ഈ ചർച്ചകളിലൊക്കെ ഫലമായിട്ട് വേറൊരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലേക്ക് ഈ നമ്മുടെ ഈ എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് കാര്യമായിട്ട് രംഗത്ത് വരാൻ പോവുകയാണ്. രണ്ട് മേഖല ആൾറെഡി അത് ഏകദേശം തുറന്നു കഴിഞ്ഞു. ഒന്ന് തുറന്നു കഴിഞ്ഞു, അതായത് ഇലക്ട്രിക് കാറുകൾ സ്പേസ് എക്സിൻ്റെ ഇന്ത്യയിൽ വിൽക്കാൻ ഇലോൺ മസ്ക് തയ്യാറെടുക്കുകയാണ്. ബോംബെയിലെ വാന്ദ്ര വർലി ഏരിയയിൽ ഓഫീസ് സ്പേസ് എക്സ് തുറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
അത് ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. അപ്പോൾ ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകളുടെ രംഗത്തേക്ക് സ്പേസ് എക്സ് ഈ പറയുന്ന നമ്മുടെ ഇലോൺ മസ്കിൻ്റെ കമ്പനി കടന്നു വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഈ നമ്മുടെ ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ ഉപഗ്രഹ അധിഷ്ഠിതമായിട്ടുള്ള ഇൻ്റർനെറ്റ് സേവനങ്ങളുടെ കാര്യത്തിൽ സ്റ്റാർലിങ്സിന് ഇപ്പോൾ അനുമതി കൊടുക്കാൻ പോവുകയാണ്. ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥയിലുള്ള സ്റ്റാർലിങ്സിന് ഇന്ത്യയിലെ ഇൻ്റർനെറ്റ് സേവന രംഗത്തേക്ക് കടക്കാനുള്ള അനുമതി വരികയാണ്. അപ്പോൾ ഇത് വല്ലാത്തൊരു രീതിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇവിടെയുള്ള ടെലികോം കമ്പനികളൊക്കെ വളരെ ഞെട്ടലിലാണ്. കാരണം അവർ വലിയ തോതിൽ പണം മുടക്കി ഈ സ്പെക്ട്രമൊക്കെ ലേലം ചെയ്ത് വാങ്ങിക്കഴിഞ്ഞിട്ട് സ്റ്റാർലിങ്സ് ഇപ്പോൾ പെട്ടെന്ന് കയറി അങ്ങ് വരെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ കമ്പനികൾ റിലയൻസ്, ജിയോ, അതുപോലെ ഭാരതി എയർടെൽ പോലുള്ള കമ്പനികളൊക്കെ ശക്തമായിട്ട് എതിർത്തു. അങ്ങനെ വരാൻ പാടില്ല, സ്റ്റാർലിങ്സിന് അങ്ങനെ അനുമതി കൊടുക്കുന്നത് ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എതിർപ്പുണ്ടാക്കാൻ നോക്കിയെങ്കിലും ഒരു പുല്ലും നടന്നിട്ടില്ല. ലോകത്ത് 125 വിപണികളിൽ സ്വാധീനം ചെലുത്തുന്ന 7000-ൽ പരം സാറ്റലൈറ്റുകൾ സ്വന്തമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ പറയുന്ന സ്പേസ് എക്സിൻ്റെ ഉടമസ്ഥയിലുള്ള സ്റ്റാർലിങ്സ് എന്ന് പറയുന്ന കമ്പനി. ആ സ്റ്റാർലിങ്സ് ഇന്ത്യയിലേക്ക് വരുന്നതോടുകൂടി തീർച്ചയായിട്ടും ഈ കമ്പനികളുടെ കച്ചവടം അടപടലം പൂട്ടുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പം എന്താണ്, ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ഈ കമ്പനികൾ പെട്ടെന്ന് ഒറ്റ രാത്രിക്ക് നേരെ നിലപാട് മാറ്റുകയാണ്. അതായത് നമ്മളെന്താ പറയുക, നാടൻ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, എയർടെൽ പറഞ്ഞു ഞങ്ങൾ സ്റ്റാർലിങ്സുമായിട്ട് സഹകരിക്കാൻ തയ്യാർ. അവർ സ്റ്റാർലിങ്സുമായിട്ട് കരാർ ഒപ്പുവെച്ചു. മണിക്കൂറുകൾക്കകത്തല്ലേ റിലയൻസ് ജിയോയും സ്റ്റാർലിങ്സുമായിട്ട് കരാർ ഒപ്പുവെക്കുകയാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ശക്തമായ എതിർപ്പൊക്കെ കാറ്റിൽ പോയി. എങ്ങനെ പോയി എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ഇവർ രണ്ടുപേരും ഇലോൺ മസ്കുമായിട്ട് അങ്ങ് സഹകരിച്ച് പോകാൻ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ മോദിയും പീയൂഷ് ഗോയലും ഒക്കെ അമേരിക്കയിൽ പോയി ചർച്ച നടത്തിയതിൻ്റെ ഫലം മനസ്സിലായില്ലേ? അപ്പോൾ സ്പേസ് എക്സിനെ സംബന്ധിച്ച്, ഇലോൺ മസ്കിനെ സംബന്ധിച്ച് ഇന്ത്യയിലേക്ക് എൻട്രി കൊടുക്കുക എന്നുള്ളതായിരുന്നു ചർച്ചകളുടെ കാതലായ അജണ്ട എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് ഈ ചർച്ചകളിൽ നിന്നും പ്രധാനമന്ത്രിയും പീയൂഷ് ഗോയലും പോയിട്ട് ഇന്ത്യക്കുണ്ടായതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഏതായാലും നമ്മുടെ ഈ ഇലോൺ മസ്ക് ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യുകയാണ്. വലിയ തോതിൽ തന്നെ അത് സ്റ്റാർലിങ്കും വരുന്നു, അതുപോലെ ഈ സ്പേസ് എക്സിൻ്റെ ഇലക്ട്രിക് കാറുകളും ഇന്ത്യൻ വിപണികളിലേക്ക് വരികയാണ്. ഈ 3 കമ്പനികളും ചേർന്നൊരു പക്ഷേ ഇനി അങ്ങോട്ട് ഇന്ത്യയിലെ ഇൻ്റർനെറ്റ് ബിസിനസ് രംഗം, സേവന രംഗം മുഴുവൻ കൈയടക്കും എന്നുള്ളൊരു ആശങ്ക പോലും ഇന്ന് ഉയർന്നിരിക്കുകയാണ്. BSNL പോലുള്ള കമ്പനികൾ അല്പം മെച്ചപ്പെട്ടു വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടപടലം അവരെല്ലാം പൂട്ടിപ്പോകേണ്ട സ്ഥിതിയിലേക്ക് വരുന്ന സാഹചര്യം ഉരുത്തിരിയുകയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിലിപ്പോൾ 5 വർഷത്തേക്ക് ഒരു എൻട്രി കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. പിന്നെ 20 വർഷത്തേക്ക് വേണമെന്നാണ് സ്പേസ് എക്സ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടൊരു 5 വർഷത്തേക്ക് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ബിസിനസ് രംഗത്തെ അടിമുടി മാറ്റിമറിക്കുന്ന ഒരു എൻട്രി കൃത്യമായിട്ട് ട്രംപ് വന്നതിന് ശേഷം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഈ നമ്മൾ മനസ്സിലാക്കുക, ഈ ചൈന, മെക്സിക്കോ, കാനഡ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ശക്തമായി പ്രതിരോധിക്കുമ്പോൾ ഇന്ത്യ ഏതാണ്ട് ഷൂ നക്കുന്നൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയല്ലേ കാര്യങ്ങൾ. അവിടെ ചെന്ന് എന്തൊക്കെയാണ് എഗ്രി ചെയ്ത് പോന്നിരിക്കുന്നത്. പിന്നെ വലിയൊരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ അദാനിക്ക് അമേരിക്കയിലെ കോടതിയിൽ നിന്ന് സമൻസ് വന്നിട്ടുണ്ട്. അവിടെ കൈക്കൂലി കൊടുത്തു, അല്ല ഈ നമ്മുടെ സൗരോർജ്ജം ഉപയോഗിച്ചുള്ള വൈദ്യുതി വിൽക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ കൈക്കൂലി വാങ്ങി എന്നുള്ള കേസിൽ അവിടെ നടപടികൾ നേരിട്ട് വരുന്ന അദാനിക്ക് അവിടുത്തെ കോർട്ടിൽ നിന്നും സമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് അദാനി അവിടെ ചെന്ന് പെടുമോ എന്നുള്ളൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിയെടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ട്രംപ് എന്ന തമ്പുരാൻ്റെ കാല് പിടിക്കുകയും ഷൂ നക്കുകയും ചെയ്യാതെ ഒരു നിർവാഹവും ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ കാര്യം നമുക്ക് എന്ത് തീരുവോ ചുമത്തിയാലും നമ്മുടെ സാധനങ്ങളവിടെ വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ വ്യാപാര യുദ്ധത്തിൽ എന്ത് കോട്ടമുണ്ടായാലും പ്രശ്നമൊന്നുമില്ല. അദാനീനെ രക്ഷിച്ചെടുക്കണം, അദാനി അമേരിക്കയിൽ ജയിലിൽ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ട്രംപിൻ്റെ ഒക്കെ ചങ്ങാതിയായിട്ടുള്ള
ട്രംപിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ഇലോൺ മസ്കിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് തുറക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും അറിയില്ല. എന്തായാലും തുറന്നു കയറുന്ന കാര്യത്തിൽ വളരെ വളരെ മിടുക്കനായിട്ടുള്ള ഒരാളാണ് ഇലോൺ മസ്ക് എന്ന് ഇതപ്പര്യന്തമുള്ള നമ്മുടെ അനുഭവങ്ങളിൽ നമുക്കറിയാം. ഏതായാലും 47,000 ഉപഗ്രഹങ്ങൾ കൂടി ബഹിരാകാശത്തേക്ക് അയച്ച് ഉപഗ്രഹങ്ങളുടെ സാറ്റലൈറ്റുകളുടെ ഒരു മെഗാ കോൺസ്റ്റലേഷൻ സൃഷ്ടിക്കാൻ പോകുന്നൊരു കമ്പനിയാണ് സ്പേസ് എക്സ് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നതോടുകൂടി ഇന്ത്യയിലെ മാർക്കറ്റ് എന്താകും, ഇന്ത്യയുടെ അവസ്ഥ എന്താകും, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സ്ഥിതിവിശേഷങ്ങളൊക്കെ എങ്ങനെ മാറും, വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യക്ക് എത്രമാത്രം അടി കിട്ടും, പ്രതിരോധിക്കാതിരുന്നാൽ ഇന്ത്യക്ക് വലിയ തോതിലുള്ള കുറവുകൾ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന വിഷയങ്ങളൊന്നും ഇവരെ സംബന്ധിച്ച് പ്രശ്നമല്ല. അപ്പോൾ ചൈനയോ മെക്സിക്കോയോ കാനഡയോ യൂറോപ്യൻ യൂണിയനോ ഉയർത്തുന്ന പോലെ ചെറിയ തോതിലാണെങ്കിൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും ട്രംപിനെ വേദനിപ്പിക്കാൻ നമ്മുടെ മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ട്രംപിനെ വേദനിപ്പിക്കാൻ മോഡിക്ക് കഴിയുന്നില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നന്ദി, നമസ്കാരം.